ഹലോ, ഞാൻ നിങ്ങളുടെ അമ്മു. അപ്പോൾ നമുക്കിന്ന് വീണ്ടും ഒരു അടിപൊളി കഥ കേട്ടാലോ. ഞാനും എൻ്റെ അമ്മ സജിനിയും അനുജൻ സനലും പാലക്കാട് നിന്ന് 10 സെൻറ്റ് സ്ഥലവും വീടും വിറ്റ് ആലപ്പുഴയ്ക്ക് സ്ഥലം മാറി. അവിടെ ഞങ്ങൾ 5 സെൻറ്റ് സ്ഥലവും ഒരു കൊച്ചു വീടും വാങ്ങിച്ച് താമസം തുടങ്ങി. എൻ്റെ പേര് സനോജ് എന്നാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അലുമിനിയം ഫാബ്രിക്കേഷന് പോകുന്നു. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെത്തി പണി അറിയുന്ന കാരണം എനിക്ക് അശോകൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ കീഴിൽ ജോലിയും കിട്ടി. അനുജൻ സനൽ ഡിഗ്രി ഫൈനൽ ഇയറാ. പാലക്കാട് വെച്ച് അമ്മ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ജോലി ചെയ്തതാ ഞങ്ങളെ വളർത്തിയത്. ഞാൻ 7 പഠിക്കുന്ന സമയത്ത് പാലക്കാട് ഒരു തമിഴത്തിക്കൊപ്പം എൻ്റെ അച്ഛൻ നാട് വിട്ടു പോയതാ. കാര്യം അധികം ഞാൻ പറയുന്നില്ല. 2 മക്കളെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ശേഷം അമ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വത്തിന് അവകാശവും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആ കൊരങ്ങൻ ഒടുക്കം നാട്ടിലെ കുറച്ച് പ്രമാണിമാരിടപെട്ട് അച്ഛനിടുന്നെല്ലാം പൊട്ടിച്ചിട്ടാണ് ആ പ്രശ്നം സോൾവ് ആക്കിയത്. തമിഴത്തിക്കൊപ്പം നാട് വിട്ടു പോയിട്ടും നാട്ടുകാരറിയാതെ അച്ഛൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വരല് പതിവായിരുന്നു. അച്ഛനും അമ്മയും ഡിവോഴ്സായിട്ട് കൂടി അച്ഛൻ്റെ ഭീഷണികൾക്ക് കുറവുണ്ടായിരുന്നില്ല. ഒടുക്കം ഗതി കെട്ടിട്ട അമ്മ ഉള്ള സ്ഥലം കിട്ടിയ കാശിന് വിറ്റ് ആരോടും ഒന്നും പറയാതെ ആലപ്പുഴയിലൊരു ഗ്രാമത്തിൽ വന്ന് താമസം ആരംഭിക്കുന്നത്. ഞാൻ ജോലിക്കിറങ്ങിയ ശേഷം അമ്മയുടെ പകുതി ഭാരം കുറഞ്ഞിരുന്നു. ആലപ്പുഴയിൽ അമ്മയ്ക്ക് കൊയ്ത്ത് ജോലിയാണ് കിട്ടിയത്. കൊയ്യാനും ഞാറ് നടാനും മെതിക്കാനും എല്ലാം അമ്മ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പഠിച്ചെടുത്തു. അനുജൻ പഠിത്തം തുടർന്നു. ഞങ്ങൾ ഒത്തിരി ആർഭാടങ്ങളില്ലാതെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോന്നു. ഇതൊരു ഉണ്ടാക്കിയത് കഥ ഒന്നും അല്ല കേട്ടോ, മറിച്ച് ഞാൻ നേരിൽ കണ്ടിതാക്കിയ അപൂർവ ഒരു കൊച്ചു സംഭവം മാത്രം ഞാൻ ഇവിടെ പറയുന്നത്. പക്ഷേ നിങ്ങളത് രസിപ്പിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രസമായിട്ട് തന്നെ പറയണം. അപ്പോൾ അതെ, ഞങ്ങൾ വീടിന് തൊട്ട് ചേർന്നൊരു ഹിന്ദിക്കാരൻ്റെ ഫാമിലി താമസിച്ചിരുന്നു. കമ്പിളിപ്പുതപ്പ് ഐറ്റംസ് വിൽക്കുന്നൊരു ഗ്രാമീണനായ ബായിയും അയാളുടെ ഭാര്യയും ഒരു മകളും. ബായിക്ക് 40 അയാളുടെ ഭാര്യയ്ക്ക് 37 വയസ്സ്. അതായത് 48 വയസ്സുള്ള എൻ്റെ അമ്മ സജിനിയേക്കാൾ ഇളയതായിരുന്നു അവർ രണ്ടാളും. അവരുടെ ഏക മകൾ മല്ലിക എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 19 വയസ്സുണ്ടെങ്കിലും +1 പഠിക്കുന്ന പൊണ്ണാണെന്ന് തോന്നും. എണക്കപ്പുറം ചെമ്പുമുടിയും മൂക്കിലൊരു റിങ്ങും ധരിച്ച ഒരു ചുന്ദരി പെൺകുട്ടിയായിരുന്നു മല്ലിക. ലൂസായ സൽവാറും മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഉടുപ്പ ആൾ മിക്കപ്പോഴും ധരിച്ചിരുന്നത്. മറ്റേത് രണ്ടും ഒന്ന് പാകമായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടാൽ നിഷ്കളങ്കയായ മുഖവും മെല്ലച്ച ശരീരവും ഒരു മുതിർന്ന സ്ത്രീയുടെ തോളൊരു ഉയരം മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. കൊഞ്ചിപ്പ് കലർന്ന മലയാളം അവർ 3 പേർക്കും വശമുണ്ടായിരുന്നു. എന്നിരുന്നാലും അവർ മറ്റുള്ളവരോട് അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരല്ല. അയാളുടെ ഭാര്യയും മോളും ഇടയ്ക്ക് മാത്രം അമ്മയോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മുട്ടിന് മുകളിൽ മല്ലിക എന്ന 19കാരി ഉടുപ്പ് ധരിക്കുന്നത് കണ്ടിട്ട് ഞാൻ മിക്കപ്പോഴും അവളെ ഓർത്ത് ഇതാക്കാറൊക്കെ ഉണ്ട്. നല്ല പാകമായിട്ട് വരുന്ന അവളുടെ കുഞ്ഞ് മുഖത്ത് തൊട്ടോ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയല്ലേ പിടിച്ചിരിക്കുക. വീടിന് പുറത്തായിരുന്നു അവരുടെ വാഷ്റൂമും കുളിമുറിയൊക്കെ. പലപ്പോഴും അവളുടെ ഉണക്കമിന്നാർന്ന് ആ താഴത്തതില്ലേ, അതൊക്കെ ഞാനിങ്ങനെ മോഷ്ടിച്ചെടുത്തുകൊണ്ട് വന്ന് അതൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ തുടർന്ന് വെക്കൊണ്ടിരുന്നു. പക്ഷേ പിന്നീടാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. 48 വയസ്സുള്ള എൻ്റെ അമ്മ സജിനിക്ക് മല്ലിക എന്ന പെൺകുട്ടിയൊരു ലൈൻ വലി പോലെ. അവളെ അമ്മ ഇടയ്ക്ക് ഹഗാക്കുന്നതും കവിളൊക്കെ തൊടുക്കാം അവൾ തിരിച്ചു കൊടുക്കുന്നതും പലപ്പോഴും ഞാൻ കണ്ടു നിന്നിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു ഫീലാണ്. ഒരു ദിവസം അമ്മ ജനാലയിലൂടെ നോക്കി ഇട്ടിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടെ അതിങ്ങനെ ഒന്ന് ഇതാക്കുന്നത് ഞാൻ പുറത്തിറങ്ങി നോക്കി. അതിങ്ങനെ കണ്ടിട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കിയതാണേ. നോക്കുമ്പോൾ മല്ലിക ഉടുപ്പിട്ട് ഇങ്ങനെ കാലിതാക്കിയിട്ടിരിക്കില്ലേ, പാത്രം കഴുകുന്നൊരു സ്റ്റൈല്,
മതി പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. അവളുടെ താഴെ ഇട്ടേക്കുന്നത് ചുവന്ന കളറാണ്. അതിൻ്റെയൊക്കെ ഒരു തടുപ്പൊക്കെ കണ്ടിട്ട് എനിക്കാണെ എൻ്റെ വായി വെള്ളം നിറഞ്ഞു പോയി. റൂമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ട്, പക്ഷേ എണ്ണക്കറുപ്പ അതൊക്കെ ശരിക്കും കാണാം. അമ്മ അത് കണ്ട് നല്ലവണ്ണം താഴെയിട്ടാ തിരുമുനെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവരെ നോക്കി എങ്ങനെ അങ്ങ് റൂം വിട്ടിട്ട് റൂമിൽ തളർന്ന് കിടന്ന് ഒന്ന് മയങ്ങിപ്പോയി. ഭാര്യയും കമ്പിളി വിൽക്കാനും എൻ്റെ അനുജൻ സനൽ പഠിക്കാനും പോയിരുന്നു. അപ്പുറത്ത് മല്ലിക മാത്രം. അതൊക്കെ വീട്ടിൽ കഴിഞ്ഞിട്ട് ഞാൻ ക്ഷീണിച്ചൊന്ന് മയങ്ങിയതും പുറത്തു നിന്ന് പതുക്കെ എന്നൊരു ശബ്ദം കേട്ടു. കാലുകൾ തറയിൽ കുത്തുന്ന ശബ്ദം പോലെ അതെൻ്റെ കാതിൽ മുഴങ്ങി. പതക്കെന്ന് ഞാൻ പതിയെ പുറത്തേക്ക് നോക്കിയതും അമ്മയാണേ എന്താ പറയുക, നല്ലോണം വിയർത്ത് നിൽക്കുന്നുണ്ട്. അതൊക്കെ നനഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അതങ്ങനെ കണ്ടു. അമ്മയുടെ ആ താഴത്തൊക്കെ കണ്ട് എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. അത്രയ്ക്ക് സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് നോക്കി നിൽക്കുന്ന സമയം അമ്മയുടെ ആ നല്ല പക്കമുള്ള ശരീരത്തിന് മറഞ്ഞു നിന്ന മല്ലിക അമ്മയുടെ പുറത്തേക്ക് ചാടി കയറിയായിരുന്നു. ശബ്ദമല്ലേ, ആ ശബ്ദത്തോടെ അമ്മ അവളെയും വായിച്ചുകൊണ്ട് മുന്നോട്ട് അല്പം നടന്നു. രണ്ടാളുടെയും നാവൊക്കെ വെളിയില. മല്ലികയും എൻ്റെ കുട്ടിയിടുപ്പ് അരയിൽ തരത്ത് ആ അടിയിലിട്ടേക്കുന്നതൊക്കെ കാണത്തക്ക രീതി വെച്ചേക്കാം. രണ്ടുപേരും പരസ്പരം പുറത്ത് കയറി. എന്തെന്നാ പെണ്ണും ചെയ്യണ്ടാവുക അല്ലേ, അതൊക്കെ തന്നെ. ഒരിക്കലും എൻ്റെ പെൺകുട്ടിയുടെ കൂടെ 48 വയസ്സുള്ള എൻ്റെ കൊഴുത്തമ്മ കീഴ്പ്പെട്ട് അവൾ കിണ്ണയായിട്ട് മാറുന്ന ആ അപൂർവ കാഴ്ച ഞാൻ കണ്ടു മാത്രം നിന്നിരുന്നില്ല. ഞാൻ അതെങ്കിൽ ഫോണിൽ പകർത്തി. കുറച്ച് കഴിഞ്ഞതും അവരുടെ പരിപാടി തീരാനായിക്കണമെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത പറമ്പിലേക്ക് നടന്നു. ഞാൻ പതി അവിടെ ചെന്ന് നോക്കിയതും പിന്നെയും അവരുടെ പരിപാടി തന്നെ അവരതിനിടയ്ക്ക് തുടർന്ന്. അങ്ങനെ വീണ്ടും ഒരു 10-15 മിനിറ്റോളം അവർ തമ്മി നല്ലവണ്ണം ഇതാക്കിയിട്ട് ഒക്കെ കഴിഞ്ഞ് അതൊക്കെ സ്വർഗം കണ്ടു കേട്ടോ. എല്ലാം നേരെയാക്കി വീട്ടിലേക്ക് മടങ്ങി. ഞാൻ എൻ്റെ ഫോണിലുള്ള അവരുടെ വീഡിയോയും കണ്ട് അതായത് ഞാൻ തനിയെ ആക്കൽ അതൊക്കെ പതിവാക്കി. പിന്നെ മല്ലിക ആരുമില്ലാത്തപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കയറി അമ്മയായിട്ട് പരിപാടി നടക്കാൻ തുടങ്ങി. അടുക്കളയിലും ബാത്റൂമിലും ബെഡിലും എന്താ പറയുക, കന്നിക്കിടാവല്ലേ, മടുത്തുണ്ടാവില്ല. അങ്ങനെ രണ്ടുപേരുടെയും വ്യത്യസ്തമായിട്ടുള്ള ആരിതൊക്കെ എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ എത്രയെന്ന് വെച്ചിട്ടാണ് മോഷ്ടിച്ചത് കാക്ക, അവരൊന്നും ചെയ്യാനുള്ളൊരിത് എന്തായാലും എനിക്ക് ഉണ്ടാവില്ലേ. ആദ്യം അമ്മയെന്നതാക്കണം, ശേഷം മല്ലികയെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു. അങ്ങനെ ഒരു ദിവസത്തെ രാത്രി ഞാൻ എൻ്റെ ഫോണിലുള്ള വീഡിയോ അമ്മയെ കാണിച്ച് ഭീഷണിപ്പെടുത്തി. അമ്മയെ ഒന്ന് സെറ്റാക്കാൻ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പം എന്തുണ്ടായെന്നറിയോ, നോക്കുമ്പോൾ അമ്മ ആരെയോ തോളത്തിട്ട് കൊണ്ട് ഒന്നുമില്ലാണ്ട് അമ്മയുടെ മുറിയിലേക്ക് കയറി പോകുന്നതാണ് ഞാൻ കണ്ടത്. ഈ പാതിരാത്രി ആരെ അമ്മ തോളത്താക്കിയിട്ട് റൂമിൽ കയറി പോകുന്നതെന്ന് എന്നായിരുന്നു എൻ്റെ ആലോചന. ഞാൻ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മൊബൈലും കൈ പിടിച്ച് അമ്മയുടെ റൂമിനരികിലെത്തിയപ്പോൾ പരിചയമുള്ള വേറൊരു ശബ്ദം കേട്ടു. വേണ്ട അമ്മ പ്ലീസ്, അയ്യോ എൻ്റെ വീട്ടിൽ അമ്മ പ്ലീസ്, മിണ്ടാതെ വാമൂടി കിടക്കട, ചേട്ടായി എണീക്കും. എനിക്ക് വയ്യ അമ്മേ, ആദ്യമായിട്ടല്ലല്ലോ മോനെ അമ്മ ഇതാക്കുന്നേ, വേദനിക്കും അമ്മ എനിക്ക്. സോപ്പൊക്കെ ചെല്ലുമ്പോൾ ജീവൻ പോവാ എൻ്റെ. ശരിയായി വരൂടെ ചെറുക്ക, അതൊന്ന് നീങ്ങാനിട്ട 1-2 ഞരമ്പൊന്ന് സെറ്റാകുമ്പോൾ അതൊക്കെ കഴിക്കണം. അമ്മ വേണ്ട പ്ലീസ്, ഇതാ നിൻ്റെ കുഴപ്പം. അമ്മയ്ക്ക് തന്നാ ഇത് മൊത്തം പിന്നോട്ട് കളിഞ്ഞ് വേദനയൊക്കെ മാറൂടാ. നിനക്ക് കല്യാണം കഴിക്കണ്ടേ സാധനം കേട്ടാ. എന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ?
അമ്മ എന്നെ അനിയൻ സനലിനെയാണ് എടുത്തുകൊണ്ട് പോയിക്കണേ. ഇതറിഞ്ഞ് എനിക്ക് കണ്ണും തലയും ചുറ്റാൻ തുടങ്ങി. സ്വന്തം അമ്മ ഇളയ മകനെ പരിപാടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തല്ലേ പലതവണ ആക്കിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചുമ്മാ നല്ല ചെറുക്കൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ഭയം നിഴലിക്കുന്നത്, അമ്മ അടുത്ത് നിൽക്കുമ്പോൾ വരെ അവൻ അസ്വസ്ഥനാവുന്നത് ഞാൻ പലപ്പോഴും ഇത് ശ്രദ്ധിച്ചിട്ടുള്ളതാ. പക്ഷേ ഞാനങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല. പിന്നെ പിന്നെ ശബ്ദങ്ങളാ, മിണ്ടാതെ കിടക്കട കണ്ണാ എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കാം. അമ്മ താണ്ടാടി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. വാതിലകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നത് കാരണം എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ നമുക്ക് ഊഹിക്കാമല്ലോ അല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ മുറി കയറി എല്ലാവർത്തും സെറ്റാക്കിയിട്ട് തളർന്നങ്ങോട്ട് മയങ്ങി. എൻ്റെ മനസ്സിൽ അമ്മയൊന്ന് ഇതാക്കണം. ശേഷം മല്ലിക എന്ന കിടന്ത് പെണ്ണിൻ്റെ അത് എന്ന് മാത്രം എൻ്റെ ചിന്ത. ആ സീലൊക്കെ പൊട്ടിക്കാൻ കിട്ടിയ അതൊരൊന്നന്നത്തെ സുഖമായിരിക്കുമല്ലേ. പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ വാടി തളർന്ന പൂ പോലെ അനിയനെടുത്ത് ചായ കുടിക്കുക. അമ്മ ഒന്നും അറിയാത്ത പോലെ അടുക്കളയിൽ നിന്ന് എല്ലാം കുലുക്കി നല്ലവണ്ണം ദോശ ചുടുന്നുണ്ട്. ഞാൻ പല്ല് തേക്കാനായി ബാത്റൂമിൽ കയറി. ബാത്റൂമിലെ ചെറിയ ഏൽ ആനഞ്ചിൻ്റെ ഇന്നലെ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അടുത്തൊന്ന് പരതി നോക്കി. അവൻ്റെ അതുമുട്ടുന്ന ഭാഗത്ത് നിറയെ ചോരയാണ്. അമ്മ ചെറുക്കനെ നല്ലവണ്ണം പൊതിച്ചാക്കിയിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. വാട്ടി മുഖത്തോടെ അവശനായി സനലെന്നെൻ്റെ അനിയൻ കോളേജിലേക്ക് പോയി. പിന്നെ വീട്ടിൽ ഞാനും അമ്മയും മാത്രമായി. ഞാൻ അമ്മ ചായ കുടിച്ച് കഴിയുന്നതും വെയിറ്റ് ചെയ്ത് അമ്മയെ ഒന്ന് തകർക്കണം, തക്കം വറുത്ത് അങ്ങനെ നോക്കി ഞാൻ എൻ്റെ റൂമിൽ തന്നെ ഇരുന്നു. ഒരു അവസരം കിട്ടണ്ടേ അല്ലേ. അമ്മ കൈ കഴുകാനായി അടുക്കള വശത്തേക്ക് പോയതും അയ്യോ മോളെ വീട് എന്ന ശബ്ദം കേട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി. മല്ലിക അമ്മയെന്താ പിടിച്ചതാക്കിയിട്ട് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കാഴ്ചയായിരുന്നു ഞാൻ കണ്ടേ. എൻ്റെ അനുജന് മുന്നിൽ അമ്മ പുലിയും മല്ലികന് കിളന്ത് മണിന് മുന്നിൽ അമ്മ പൂച്ചയായ ഭാര്യയുമാണെന്ന് എനിക്ക് മനസ്സിലായി. തൻ്റെ ഭാര്യ ഇതാക്കാൻ പോകുന്ന ലാഘവത്തോടെ എൻ്റെ അമ്മ സജനയും കൊണ്ട് മല്ലിക അവളുടെ വീട്ടിലേക്ക് കയറി വാതിലും കടച്ചു. ഇത് പറ്റിയതൊക്കെ ഈ രണ്ട് പക്ഷികൾക്കും ഒരാൾ മതി അല്ലേ. സ്വന്തം അനുജൻ്റെ അതൊക്കെ പൊളിച്ച് സ്വന്തം അമ്മയുടെ അരുത് മൊത്തമായിട്ട് കാണാൻ എൻ്റെ ഉള്ളാകെ തുടിച്ചു. തെല്ല് ഭയത്തോടെ വിറച്ച് ഒരു ലുങ്കി മാത്രം എടുത്ത് ഞാൻ മല്ലികയുടെ വീട്ടിലേക്ക് ചെന്നു. എൻ്റെ ഇതിങ്ങനെ സെറ്റായിട്ടിരിക്കാമല്ലോ. ഞാനിങ്ങനെ പതിയെ അവർ കിടന്നിരുന്ന് മുറിയുടെ ചിലടിയിലെത്തി. പരസ്പരം നല്ലവണ്ണം ഈ പാമ്പുകളൊക്കെ പിടയില്ല അതുപോലെ കിടക്കാൻ രണ്ടും. ചെറിയ അപശബ്ദങ്ങളും കേൾക്കാം, അത് പിന്നെ സ്വാഭാവികമാണല്ലോ. ഞാൻ ജനാലി 2 തവണ തട്ടി. പുറത്തേക്ക് പിന്നെ നിശബ്ദത മാത്രം. അത് പിന്നെ അങ്ങനല്ലേ വരൂ. ഞാൻ വീണ്ടും ജനാലിൽ 1-2 വട്ടം തട്ടിയത്. ആരാത് എന്നമ്മ പരിക്ക എന്നോട് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടാതെ വീണ്ടും ജനാലിക്ക് 2 തട്ട് കൊടുത്തു. ആരാതാ ചോദിച്ചേ. അമ്മ അല്പം ദേഷ്യപ്പെട്ട് വാതിൽ തുറന്ന് നോക്കാൻ എഴുന്നേക്കും പോലെ എനിക്ക് തോന്നി. ഞാൻ പതിയെ ജനാലിക്കരികിൽ നിന്ന് മറിഞ്ഞു നിന്നു. അമ്മ വന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. എൻ്റെ നെഞ്ച് പടപടാന്ന് ചെറുതായിട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു. ആരായി ജനലിൽ വന്ന് മുട്ടിയെ ചോദിച്ച് കേട്ടില്ലേ ആരാന്ന്. ആ ചോദ്യത്തോടു കൂടി നമ്മുടെ കഥയുടെ തീരുക. ഇതിന് ശേഷം അപ്രതീക്ഷിതമായി എന്തൊക്കെ സംഭവിച്ചു ശരിക്കും പറഞ്ഞാൽ ഇതിന് ശേഷം കേട്ടോ തകർപ്പൻ. അതൊക്കെ നമുക്ക് വരും കഥയിൽ കാണാം. അതുവരെ ബൈ. പിന്നെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടെ കുടിക്കോ, നമുക്കങ്ങ് അടിച്ചു പൊളിച്ച് പോവാന്നേ.